السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൂറ ആൽ ഇംറാനിലെ 34 ആയത്തുകളാണ് നമ്മൾ കേട്ടതെന്നോ പഠിച്ചതെന്നോ മനസ്സിലാക്കിയതെന്നോ ഓരോരുത്തർക്ക് അനുസരിച്ചാണ്. കേട്ടവരുണ്ടാവും, പഠിച്ചവരുണ്ടാവും. എന്തായാലും ഇവിടെ ഇപ്പോ 34 ആയത്ത് കഴിഞ്ഞാണ്. ഇൻഷാ അല്ലാഹ് ഇനി 35ആണ്. أعوذ بالله من الشيطان الرجيم. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم. ഇത് സന്ദർഭം, കഴിഞ്ഞുപോയ ഒരു സന്ദർഭത്തെയാണ് ഇത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരാനിരിക്കുന്ന ഒരു സന്ദർഭത്തെ ഇതാ എന്നാണ് പറയാൻ. ഖാലത്ത് എന്ന് പറഞ്ഞാൽ ഖാല എന്ന് തന്നെയാണ്, അതിന്റെ സ്ത്രീലിംഗമാണ് ഖാലത്ത്. പറഞ്ഞു, പ്രഖ്യാപിച്ചു, ചോദിച്ചു, പ്രസ്താവിച്ചു, പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് ഇതിന് അർത്ഥം പറയാ. സന്ദർഭം പോലെ ആരോട്, ആര് എന്നതിനനുസരിച്ചാണ് അർത്ഥം മാറുക. അപ്പൊ പറഞ്ഞു, കൽപ്പിച്ചു, ചോദിച്ചു, പ്രാർത്ഥിച്ചു എന്നൊക്കെ. ഇവിടെ പ്രാർത്ഥിച്ചു എന്നാണ്, കാരണം റബ്ബീന്ന് ഇതിന് ശേഷം പറയുന്നുണ്ട്. ഇംറഅത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നോ ഭാര്യ എന്നോ ഒക്കെ പറയാം. അവിടെയൊക്കെ ചെറിയ സൂക്ഷ്മമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇംറഅത്ത് എന്ന് എഴുതിയത് ഇവിടെ താ എന്ന് എഴുതിയത് ബാത്താണ്. ബാ എന്ന് എഴുതുന്ന ജാതി എഴുതിയിട്ട് മേലെ കുത്തിട്ട്. സാധാരണ ഇംറഅത്ത് എന്ന് എഴുതുമ്പോ ഹാത്ത ആണ് ഉണ്ടാവുക. ഹാ എന്ന് എഴുതുന്നതിന്റെ മുകളിൽ കുത്തിടുന്നത് ഹാത്ത. അപ്പോ എന്താണത് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഖുർആനില് പ്രത്യേകം പരാമർശിക്കപ്പെടുന്ന സ്ത്രീകളെ കുറിച്ച് എഴുതുന്നിടത്തൊക്കെ ഈ ശൈലിയിലാണ് എഴുതിയിട്ടുള്ളത്, ബാത്ത. അതേ സമയത്ത് ഒരു പെണ്ണ് എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ മറ്റേ ശൈലിയിലാണ് എഴുതാറുള്ളത്. അപ്പൊ ഈ എഴുത്ത് എന്നൊക്കെ പറയുന്നത് എന്തോ അങ്ങ് എഴുതല്ല, അതിനൊക്കെ സൂക്ഷ്മമായ ചില വശങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇംറഅത്തു ഇമ്രാൻ, ഇമ്രാന്റെ പെണ്ണ്. ഇമ്രാന്റെ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇമ്രാന്റെ ഭാര്യ. പ്രാർത്ഥിച്ച സന്ദർഭം. റബ്ബി, എന്റെ നാഥ, ഇന്നി, തീർച്ചയായും ഞാൻ, നദർത്തു, നേർച്ചയാക്കിയിരിക്കുന്നു. നേർച്ച ആക്കണ പരിപാടി അപ്പൊ പണ്ടേ ഉണ്ട്. നേർച്ച എന്നതിനോടുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, നേർച്ച പരമാവധി പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് സുന്നത്തായ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഐച്ഛികമായ ഒരു കാര്യത്തെ
നമ്മൾ നമ്മളിൽ തന്നെ നിർബന്ധമാക്കുന്നതിനെയാണ് നേർച്ച എന്ന് പറയാം. അപ്പൊ ഓരോരോ കാര്യത്തിനും ഇങ്ങനെ നേർച്ച നേരാൻ തുടങ്ങിയാൽ അതൊക്കെ നമുക്ക് പിന്നീട് പ്രയാസമാവും. ഇപ്പൊ നമ്മള് തിങ്കളാഴ്ച നോമ്പ് നോൽക്കാൻ വിചാരിച്ചാല് നോറ്റാൽ മതി, വ്യാഴാഴ്ച നോമ്പ് നോൽക്കാൻ വിചാരിച്ചാലും നോറ്റാൽ മതി. അടുത്ത വ്യാഴാഴ്ച നോൽക്കാൻ വിചാരിച്ചില്ല, നോൽക്കണ്ട. അതേ സമയത്ത് എല്ലാ വ്യാഴാഴ്ചയും ഞാൻ നോമ്പ് നോൽക്കുന്ന നേർച്ചാക്കിയാല് അത് പിന്നെ നോൽക്കാതിരിക്കാൻ പറ്റില്ല, അത് ഫർളായി. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാന് പിന്നെ സദഖയെ കുറിച്ചോ നിസ്കാരത്തെ കുറിച്ചോ ഒക്കെ നമ്മളൊരു ചെയ്താൽ നല്ലതാണ്, ചെയ്യന്നാണ് വേണ്ടത്. പക്ഷെ നേർച്ച ആകുന്നതോടുകൂടി അത് നിർബന്ധമാവും. നമ്മൾ എന്ത് ചെയ്യരുത്, പിന്നീട് പ്രയാസം ഉണ്ടാവാതിരിക്കാൻ നല്ലത് ഒരുപാട് നേർച്ച നേരാതിരിക്കലാണ്. എന്നാൽ നേർച്ചക്ക് പ്രതിഫലം ഉണ്ട്, പക്ഷെ അതിന് ചില ഉപാധികളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയേ നേർച്ച തരാൻ പാടുള്ളൂ, അള്ളാന്റെ പേരിലേ നേർച്ച പാടുള്ളൂ. പുണ്യാത്മാക്കൾ അവർ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആരായാലും അവരുടെ പേരിലും വിഗ്രഹങ്ങളുടെ പേരിലും ദൈവേതരമാരുടെ പേരിലൊന്നും നേർച്ച പാടില്ല. അപ്പൊ നേർച്ച അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. മറ്റൊന്ന്, ഡിമാൻഡ് നേർച്ച പറ്റൂല. ഡിമാൻഡ്, ഒരു സാധനം വെക്കാൻ വെച്ചേക്കുന്നു, വിറ്റുപോയാൽ എനിക്ക് ഇത്ര തരാം, പരീക്ഷയിൽ ജയിച്ചാല് ഞാൻ നോമ്പ് നോൽക്കാം. അങ്ങനെ ഡിമാൻഡ് ചെയ്ത് നേർച്ച ചെയ്യാൻ പാടില്ല. ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നേർച്ചയാവാം, പക്ഷെ അത് എന്താ വേണ്ടത്, എനിക്ക് ഈ പ്രയാസം മാറ്റിത്തരണേ, അപ്പൊ അതിനു വേണ്ടി ഞാൻ നോമ്പ് നോൽക്കും. അപ്പൊ മാറ്റിയാൽ നോൽക്കാന്ന് പറയരുത്, അതൊരു അപമര്യാദയാണല്ലോ അള്ളാഹിനോട്. അങ്ങോട്ട് തരാം, അള്ളാരാ നമ്മളാരാ. പിന്നുള്ളത്, ആരെങ്കിലും നേർച്ച നേർന്നാൽ അത് പൂർത്തിയാക്കണം, പാതിക്കലിട്ട് പോയരുത്. ഇങ്ങനെയൊക്കെ കൂടി നേർച്ചയുമായി ബന്ധപ്പെട്ട കുറെ നിയമങ്ങളുണ്ട്. അത് ഈ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ ആയത്ത് അത് പഠിപ്പിക്കാനുള്ള ഒന്നല്ല. അപ്പോ ഇന്നി നദർതു ലക്, നിനക്ക് വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു, മാ ഫീ ബത്നി, എന്റെ വയറ്റിലുള്ളത്. വയറ്റിലുള്ള എന്ത്? കുടലോ? ഓക്ക് പള്ളയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഓള് തിന്ന ചോറൊക്കെ പള്ളയിലുണ്ട് എന്നാണോ? അത്രേ ഉള്ളൂ. അത് സന്ദർഭത്തിൽ വെച്ച് നമുക്കങ്ങ് മനസ്സിലാവുകയാണ് ചെയ്യാം. അതേ സമയത്ത് മുഴണ്ടോ, എവിടെ? പള്ളയിലാണ് എന്ന് പറയുമ്പോ പള്ളയിൽ എന്തുണ്ട് എന്നാണ്, മുഴണ്ട്. അപ്പൊ അതൊരു സന്ദർഭത്തിലാണ് മനസ്സിലാവും. എന്റെ വയറ്റിലുള്ളത് മുഹററൻ, നിന്റെ സേവനത്തിന് വേണ്ടി മാത്രമായി നിനക്ക് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് ഇമ്രാന്റെ ഭാര്യ പറഞ്ഞു. ഫതഖബ്ബൽ മിന്നി, അതിനാൽ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. ഇന്നക അൻത, നിശ്ചയമായും നീ അസ്സമീഉൽ അലീം, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അസ്സമീ ആണ്, അൽ അലീമാണ്. എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ഓർക്കുക, ഇമ്രാന്റെ ഭാര്യ ഇങ്ങനെ പ്രാർത്ഥിച്ച സന്ദർഭം, എന്റെ നാഥ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിന്റെ സേവനത്തിനായി ഒഴിഞ്ഞിടാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. എന്നിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമല്ലോ.
അപ്പോ ഇമ്രാന്റെ ഭാര്യ ഹെന്ന, ഇവർക്ക് കുറേ പ്രായമായിട്ടും കുട്ടികളൊന്നുമില്ല. ആഗ്രഹമൊക്കെ ഉണ്ട്, ആയില്ല. അങ്ങനെ ഇരിക്കെ അവർ ഗർഭിണിയായപ്പോൾ അള്ളാഹുവിന് ആ കുട്ടിനെ സമർപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അപ്പൊ അന്നത്തെ ഒരു രീതിയാണ് ബൈത്തുൽ മഖ്ദിസിലേക്ക് സേവനത്തിന് വേണ്ടി ആളെ നേർച്ചാക്കും. ഞാന് എൻ്റെ കാര്യത്തിൽ നേർച്ചാക്കുക എന്നല്ലാതെ എൻ്റെ മക്കളെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് നേർച്ചാക്കുക എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ഞാൻ ഇന്നത് ചെയ്യാന്ന് പറയാന്നല്ലാതെ പടച്ചോൻ എൻ്റെ മോൻ ഇന്നത് ചെയ്യും എന്ന് എങ്ങനെ നമ്മൾ പറയും? കാരണം അത് മോനാണല്ലോ തീരുമാനിക്കേണ്ടത്. നമ്മുടെ സഹോദര സമുദായത്തിൽ ചില ആൾക്കാർ ഈ നേർച്ചപ്പോഴും നേരാറുണ്ട്. അതല്ല, അതൊന്നുമല്ല, നേർച്ചയുടെ കാര്യം പറയുന്നു. അതായത് എൻ്റെ ഭർത്താവ് തലമുണ്ടനം ചെയ്ത് പയനിക്ക് വരുന്നൊക്കെ ആര് നേരും? ഈ സാധു മൂപ്പരതൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. വേഗം പോയിരുത്തോ, ദയവായി ശയനപ്രദക്ഷം നേർച്ച നേരും. അതൊക്കെ ചെയ്യേണ്ടത് ആര്? ചില മക്കളെ കാര്യത്തിൽ പറയും, ഇന്നടുത്ത് പോയിട്ട് ഇന്നത് ചെയ്യാൻ, മോൻ ഇന്നത് ചെയ്യുന്നു ഞാൻ നേർച്ച. അപ്പൊ അമ്മ വിളിച്ചിട്ട് മോനോട് പറയും, മോനെ ഞാൻ ഈ ഇന്നത് ചെയ്യുന്നു നേർച്ചാക്കിയാണ്. ഒന്ന് മോനത് പോയിട്ട് ചെയ്യുന്ന രീതി ഉണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ നോമ്പ് കൊടുക്കും, ഞാൻ നിസ്കരിക്കും, ഞാൻ സദഖ കൊടുക്കും, ഞാൻ പള്ളി ഉണ്ടാക്കും, ഞാൻ മദ്രസ ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ എൻ്റെ കാര്യത്തിലല്ലാതെ ഞാൻ വേറെ ആളുടെ കാര്യത്തിൽ നേർച്ച നേർന്നാൽ അയാൾ എന്ത് ചെയ്യും? അങ്ങനെ തീരുമാനിച്ചില്ലെങ്കിലോ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ട് ഇപ്പോ. പക്ഷെ ഇവര് പിന്തുടരുന്നത് മൂസവി ശരീഅത്താണ്, മൂസാ നബി പഠിപ്പിച്ചു കൊടുത്ത ശരീഅത്താണ്. അപ്പൊ അങ്ങനെ ആ കാലത്ത് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അതിനൊന്നും ഒരു ആക്ഷേപമായിട്ട് ഇവിടെ പറയുന്നില്ല. അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇമ്രാന്റെ ഭാര്യ എങ്ങനെ നേർച്ച നേർന്നു? എന്താണ് നേർന്നത്? അപ്പൊ അങ്ങനെ ചെയ്താൽ പ്രായപൂർത്തി എത്തിയാൽ അവർക്ക് സ്വയം തീരുമാനം എടുത്ത് തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. അതെ, അതുണ്ട്. അപ്പൊ ഈ പറഞ്ഞതും അതും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. കന്യാസ്ത്രീയാക്കാൻ വേണ്ടി നേർച്ച തരലുണ്ടല്ലോ, പള്ളിയിൽ അച്ഛനാക്കാനൊക്കെ നേർച്ച തരുന്നതും ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കാം. ഇമ്രാൻ കുടുംബം അങ്ങനെ നേർന്നത് കൊണ്ടാണ് ഞങ്ങൾ നേരുന്നത് എന്ന് പറയുന്നുണ്ട് അവര്. കന്യാസ്ത്രീ, കന്യാമറിയം എന്റെ മാതൃകയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം, അത് ഉള്ളതാണോ, എന്താണ് അതിന്റെ സാഹചര്യം എന്നൊക്കെ. എന്തായാലും ഇവിടെ ഇവര് പറഞ്ഞു, എന്റെ വയറ്റിലുള്ളതിന് ഞാൻ എന്ത് ചെയ്യാം. അപ്പൊ ബൈത്തുൽ മഖ്ദിസിൽ അങ്ങനെ ഒരു സിസ്റ്റം അന്നുണ്ടായിരുന്നു എന്നർത്ഥം. നീ അത് സ്വീകരിക്കണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിനക്ക് തരാം, നീ അതിനെ സ്വീകരിക്കണം. ഇന്നക അൻത സമീഉൽ അലീം, നിശ്ചയമായിട്ടും നീ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അള്ളാഹുവിന്റെ കേൾവിയെ കുറിച്ചും നമ്മൾ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, എല്ലാം കേൾക്കും, ഒരേ സമയത്ത് കേൾക്കും, ഉപാധികളില്ലാതെ കേൾക്കും, അല്ലെ? അപ്പൊ ആ അള്ളാഹുവിന്റെ കേൾവി അൽ അലീം, അതുപോലെ തന്നെ അവന്റെ അറിവും അങ്ങനെയാണ്. എല്ലാം അറിയും, ചെറിയ കാര്യങ്ങളും അറിയും, വലിയ കാര്യങ്ങളും അറിയും, ഒരേ സമയത്ത് തന്നെ അറിയും. വരാനുള്ള കാലത്തേതും അറിയും. ഇതൊന്നും മറ്റുള്ളവർക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ്. എല്ലാം എല്ലാവർക്കും അറിയില്ല, എല്ലാം എല്ലാവർക്കും അറിയില്ല. ചിലത് ചിലർക്ക് അറിയും, ചിലത് വേറെ ചിലർക്ക് അറിയും.
അതേപോലെ വരാനുള്ളത് എന്തായാലും അറിയില്ല. വരാനുള്ളത് അറിയെങ്കിൽ ഇപ്പൊ എല്ലാരും പോയി നോമിനേഷൻ കൊടുക്കും. എല്ലാരും വലിയ പ്രതീക്ഷയിൽ പോയിട്ട് ചെയ്യാണ്, കണ്ടമാനം നയിക്കും, പണിയെടുക്കും. അപ്പൊ അതൊന്നും ആർക്കും അറിയില്ല. വരാനുള്ളത് അറിയെങ്കിൽ ചില ആളുകൾ വീട് തന്നെ ഉണ്ടാക്കൂല, ചില ആൾക്കാർ കല്യാണം നിശ്ചയിക്കൂല. ആ പൈസ കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാനേ മെനക്കെടും. കാരണം ആ കല്യാണം ആയിരിക്കും അല്ലെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുസീബത്താവുക. പറയാൻ പറ്റില്ല, അങ്ങനെ സംഭവിച്ചതൊക്കെ അല്ലേ. അപ്പോ വരാനുള്ളത് അറിയില്ല മനുഷ്യന്, ഭാവി അറിയില്ല. അള്ളാഹുവിന്റെ അറിവ് അങ്ങനെയല്ല. അള്ളാഹുവിനെല്ലാം അറിയാം, എന്തൊക്കെ സംഭവിക്കുന്നു, എങ്ങനെയാവുന്നു എന്നൊക്കെ. ഇന്നക അൻത സമീഉൽ അലീം, നിശ്ചയമായി നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم فلما وضعتها വളഅ എന്ന് പറഞ്ഞാൽ വെച്ചു എന്നാണ്. ഇവിടെ അർത്ഥം പെറ്റിട്ടു എന്ന് പറയില്ലേ. അപ്പോ അങ്ങനെ അവൾ അതിനെ എന്ന് പറഞ്ഞാൽ ആ വയറ്റിലുള്ളതിനെ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നി വളഅ്തുഹാ, നിശ്ചയമായും ഞാൻ അതിനെ പ്രസവിച്ചിരിക്കുന്നു, ഉൻസ, പെൺകുഞ്ഞായിട്ട്. അല്ലാഹ്ക്കറിയില്ലേ പെൺകുഞ്ഞാന്ന്? വല്ലാഹു അഅലമു ബിമാ വളഅത്, അള്ളാഹ്ക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം അവൾ പ്രസവിച്ചത് എന്താണെന്നൊക്കെ. അവൾ എന്താണ് പ്രസവിച്ചത് എന്ന് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. പക്ഷെ അവൾ പറഞ്ഞു, പടച്ചോനെ, ഞാൻ ഒരു പെണ്ണിനാണ് പെറ്റത്. വലൈസ ദക്കറു കൽ ഉൻസ, പെണ്ണെന്ന് പറയുന്നത്, ലാണെന്ന് പറയുന്നത് പെണ്ണിനെ പോലെ അല്ല. അപ്പൊ ഞാൻ പ്രസവിച്ചത് ഇപ്പൊ എന്താണ്? പെണ്ണാണ് എന്ന് പറഞ്ഞതിൽ ഞാൻ വിചാരിച്ചത് ആണേനൂന്ന് ഉണ്ട്. സാധാരണ കൊടുക്കല് ആണിനെയാണ്, അതും വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്. പക്ഷേ ഇപ്പം നോക്കുമ്പോ പെണ്ണാണ്. അന്ന് സ്കാനിങ് ഒന്നും ഇല്ലല്ലോ. ഇന്നിപ്പോ സ്കാനിങ് നിരോധിച്ചിരിക്കുന്നു. ലിംഗപരിശോധന ഇവിടെ നടത്തുന്നതല്ല എന്ന് ഹോസ്പിറ്റലൊക്കെ എഴുതി വെക്കണമെന്നാണ്. ലാബിലൊക്കെ അങ്ങനെ എഴുതി വെക്കാറുണ്ട്. പണ്ടൊക്കെ ചില പേറ്റിച്ചികള്, വയറ്റാട്ടികൾ, എന്താ പറയാന്, അവര് പല ലക്ഷണങ്ങളും കണ്ടിട്ട് ഇത് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ചിലവൾക്ക് ശരിയാവും, ചിലവൾക്ക് ശരിയാവൂല, അത്രേ ഉള്ളൂ. ശരിയായാലും അവർക്ക് വലിയ പേരായിരിക്കും. ഓ, അന്ന് തന്നെ പറഞ്ഞിരുന്നിട്ടാ, അതേമാതിരി തന്നെ ആയി. പിന്നെ ഓലെ കൊണ്ട് പറയിപ്പിച്ചിട്ട് തെറ്റിയാ പിന്നെ ആരും മിണ്ടൂല, കാരണം അതൊരു ചമ്മലാണല്ലോ. ഓളിങ്ങനെ പറഞ്ഞത്, ഞാൻ എന്നിട്ട് മോനാവുന്നെന്നെ വിചാരിച്ചു, പിന്നെ തെറ്റിപ്പോയി എന്നാരും പറയില്ല. ശരിയായാലത് പറയും. ഇത്തരം കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണത്. ഒരു സിദ്ധന്റെ അടുത്ത് പോയിട്ട് നമ്മൾ വിചാരിച്ച പോലെ നടന്നാൽ നമ്മളത് എല്ലാവരോടും പറയും, നടന്നില്ല ആരോടും പറയില്ല, കാരണം അത് മോശമല്ലേ. അപ്പൊ നടന്നതേ ആള് കേൾക്കുള്ളൂ, അത്രയൊക്കെ അതിലുള്ളൂ. എന്തായാലും ഇവർക്ക് മനസ്സിലായിട്ടില്ല ആണോ പെണ്ണോ ആവുക.
പ്രസവിച്ചപ്പോ എന്ത് മനസ്സിലായി? പെണ്ണാണെന്ന് മനസ്സിലായി. വഇന്നീ സമ്മൈതുഹാ, ഞാൻ അതിന് പേരിട്ടിരിക്കുന്നു മറിയം. മറിയം എന്നല്ല, മർയം എന്നാണ്. മർയം, മറിയം. ഇപ്പൊ എന്താ അങ്ങനെ പേര്? അങ്ങനെ മറിയണ്ട, മറിയം. അപ്പോ പേര് ആണല്ലോ പേര്. ഇതിന്റെ അർത്ഥം ആബിദ എന്നാണ് അറബിയിൽ. ആബിദ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന ആള് എന്ന അർത്ഥത്തിലാണ്. ഇസ്രായേലിയരുടെ ഭാഷയാണത്, സ്വാഭാവികമായൊരു പേരാണ്. അതെ അതെ, പക്ഷെ അങ്ങനെ കാണുന്നില്ല. ഇസ്രായേലിയരുടെ ഒരു പേരാണ്, ഒരു പക്ഷെ അവരുടെ ഭാഷയിലുള്ള സാധാരണ സ്വാഭാവികമായ ഒരു പേരാണ്. മേരി എന്ന് പറയുന്നത് അവരുടെ ഭാഷയല്ല, അതിന്റെ ശേഷം വന്ന ഭാഷയാണ് മേരി. മറിയം എന്നതിനെയാണ് മേരി എന്ന് പറയുന്നത്, വിശുദ്ധ മറിയം. മേരി എന്ന് പറയുന്നത് അത് തന്നെയാണ്. ക്രിസ്ത്യാനികളൊക്കെ മേരി എന്നാണ് പേരിടല് അല്ലേ? മറിയം എന്ന് ഇടലുണ്ട്, മറിയം, മറിയച്ചടത്തി അല്ലേ? അതെ, അതാണ് അല്ലേ? അവരെ പേര് നമ്മളെ പേര് യോജിക്കുന്നപ്പോ ഫാത്തിമ, അവര് ഫാത്തിമ എന്ന് പേരിടും. സാറ പിന്നെ ഏതായാലും ഉണ്ട്, കുറെ പേരുണ്ട് അങ്ങനെ. നമ്മൾ ഓരോ തമ്മിൽ വലിയ ബന്ധാണെന്ന്, നമ്മളോരൊക്കെ വലിയ ബന്ധാണ്. പിന്നെ അറബികള് കൂടുതൽ ബന്ധാണ്. അറബിയില് അബ്ദുൽ അസീസ് എന്നും ഒക്കെ പേരിടുവരുണ്ട്. മലയാളത്തില് അങ്ങനെ ചേരില്ല, അത് മാത്രം. പിന്നെ ചിലതിൻ്റെയൊക്കെ ബിബ്ലിക്കലായിട്ടുള്ള പേരാണ് ഇടുക. മുസ്ലിം ആചാരിക്കും, പക്ഷെ മുസ്ലിം അല്ല, ക്രിസ്ത്യാനികളായിരിക്കും. ഫലസ്തീന്ന് വരും, ഇറാഖിന്ന് വരും, സ്പോർട്സ് താരങ്ങൾ വരും. ഇപ്പൊ ഇത് അവരുടെ പേരങ്ങനെയാണ്. ഇവിടെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് അങ്ങനെ അധികമില്ല. തെക്കോട്ടൊക്കെ ഉണ്ടല്ലോ, ഒട്ടത്തൊക്കെ ബൈജു, സുധീർ എന്നൊക്കെ പറയുന്നത് മുസ്ലിങ്ങളുടെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ബാബു പിന്നെ കോമൺ ആണ്. ഷാജി ബാബു ഒക്കെ കോമൺ ആണ്. ഷാജി എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാണ്ട് വന്നപ്പോഴാണ് എന്നാ ബാപ്പന്റെ പേരെന്താന്ന് വെച്ച് അവന് ബാബു എന്നു. പിന്നെ വേറെ രക്ഷയൊന്നുമില്ല, എന്താ ചെയ്യാ. ഭയങ്കര പാടാത്. ഏതായാലും പിന്നെ മറിയം എന്നായിരുന്നു പേര്. എന്നിട്ട് നടത്തുന്ന പ്രാർത്ഥനയാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. അവർ പ്രാർത്ഥിച്ചു, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയലില്ലേ, ആണത്. അവളെ രക്ഷിക്കാൻ വേണ്ടി നിന്നോട് ഞാൻ അഭയം തേടുന്നു. സാധാരണ ഔദ് പറഞ്ഞാൽ ഞാൻ അഭയം തേടുന്നു. ഇത് അവൾക്ക് വേണ്ടി നിന്നോട് ഞാൻ അഭയം തേടുന്നു. വദുരിയതഹാ, അവളുടെ സന്താന പരമ്പരകളെയും മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട ശൈത്വാനിൽ നിന്ന്. അപ്പൊ കന്യാസ്ത്രീയാക്കാനാണോ നേർന്നത്? അവളെയും അവളുടെ മക്കളെയും ശൈത്താനിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് വരുന്നത്.
അപ്പൊ കല്യാണം കഴിക്കാത്ത, മക്കളുണ്ടാവാത്ത കന്യകയായിരിക്കാൻ അല്ല നേർച്ച നേർന്നത് ഇമ്രാന്റെ ഭാര്യ. ഇമ്രാന്റെ ഭാര്യ കുട്ടിനെ ബൈത്തുൽ മഖ്ദിസിലേക്ക് നേർച്ച നേർന്നത് കല്യാണം കഴിക്കാതെ, കുടുംബം ഉണ്ടാവാതെ, കുട്ടികളുണ്ടാവാതെ ഉള്ള ഒരു കന്യാസ്ത്രീ ആവാനല്ല എന്ന് മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്യാസം കൽപ്പിച്ചിട്ടില്ല. അവർ അവരുടെ മേൽ സ്വയം തന്നെ ഉണ്ടാക്കിയ നിയമമാണ് സന്യാസം. അള്ളാഹു കൽപ്പിച്ചതല്ല എന്നർത്ഥം. അപ്പോ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോ അവൾ പറഞ്ഞു, എൻ്റെ നാഥ, ഞാൻ പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാണല്ലോ. അവൾ പ്രസവിച്ചത് ആരെയാണ് എന്ന് നന്നായി അറിയുന്നവരാണ് അല്ലാഹു. ആണ് പെണ്ണിനെ പോലെ അല്ലല്ലോ. ആ കുഞ്ഞിനെ ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. അവളെയും അവളുടെ സന്താന പരമ്പരകളെയും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷിക്കാനായി ഞാനിതാ നിന്നിൽ അഭയം തേടുന്നു. അപ്പൊ ഇവര് ആണാവണം എന്ന് വിചാരിച്ചത് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താ ചെറിയ കാര്യം? അവിടുത്തെ ഒരു ഖാദിമാവാൻ, അവിടുത്തെ ഒരു സേവകനാവാൻ, അത് കൊണ്ടടക്കാനൊക്കെ പറ്റുന്നത് ഒരാണ് എന്നുള്ള നിലക്കാണ്. ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ താരതമ്യത്തിൽ ചെറിയ കാര്യം. വലിയൊരു കാര്യമാണ് സ്വന്തം മോനെ അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കാൻ വിചാരിക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചത് അതിനേക്കാൾ വലിയ കാര്യമാണ്. എന്താ അതിനേക്കാൾ വലിയ കാര്യം? ഈസാ നബിന്റെ ഉമ്മ ആവണമെന്നാണ് അള്ളാഹ് തീരുമാനിച്ചത്. ഇവര് വിചാരിച്ചത് എന്റെ മോനെ പള്ളിയിലേക്കുള്ള ഒരു സേവനം ചെയ്യണമെന്നാണ്. അള്ളാഹ് വിചാരിച്ചത് ഈസാ നബിന്റെ ഉമ്മ ആവണം ഇവൾ പ്രസവിക്കുന്ന കുട്ടി എന്നാണ്. അപ്പൊ ഇവര് വിചാരിക്കുകയോ സങ്കല്പിക്കുകയോ ചെയ്യാത്ത വലിയൊരു പദവിയാണ് കുട്ടിയുടെ കാര്യത്തിൽ ആര് തീരുമാനിച്ചത്? അള്ളാഹു തീരുമാനിച്ചു. ഈ കുട്ടിനെ കൊണ്ട് കണ്ടപാട് ഇവർക്കുണ്ടായ ചെറിയൊരു ഞാൻ വിചാരിച്ച മാതിരിയല്ലോ എന്ന്. പക്ഷേ അള്ളാഹു ഈ കുട്ടിയെ കുറിച്ച് വിചാരിക്കുന്നത് ഇതിനേക്കാൾ വലിയൊരു സാധനം. പക്ഷെ അത് ആരും അറിയുന്നില്ല. അന്നേരം ആരും അറിയുന്നില്ല. ഇതിലൊക്കെ നമുക്ക് ഒരുപാട് പാഠമുണ്ട്. നമ്മൾ വിചാരിച്ച മാതിരി ആവാഞ്ഞാല് നമ്മളാകപ്പാടെ ഇങ്ങനെ ആയില്ലല്ലോ, അങ്ങനെ അല്ലല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. അതിനേക്കാളും വലുതേക്കും ചിലപ്പോൾ സംഭവിക്കും. ഇപ്പൊ തന്നെ ഇമ്രാൻ, ഈ ഇമ്രാന്റെ ഭാര്യനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് മറിയമിന്റെ ഉമ്മയും ബാപ്പയും ആയതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ അവിടെ സാധാരണ ആരൊക്കെ നേർച്ച നേരും, ആരൊക്കെ അവിടെ ആളാക്കുന്നുണ്ടാവും. അതിൽപ്പെട്ട ഒരാള് എന്നല്ലാതെ ഇവരെ പറ്റി നമ്മൾ പരാമർശിക്കൂലല്ലോ. ഇവരെ പറ്റി ലോകം അറിയുന്നത് എന്തുകൊണ്ടാണ്? മറിയമിന്റെ ഉമ്മ ആയതുകൊണ്ടാണ്. മറിയം തന്നെയും ഈസാ അലൈഹിസ്സലാമിന്റെ ഉമ്മയായിരുന്നു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കുട്ടിനെ നേർച്ചയാക്കിയത് അള്ളാഹുവിന്റെ ഭവനത്തിലെ സേവകയായിക്കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഭവനത്തിലെ സേവകയായി നേർച്ചയാക്കിയ ആൾ എങ്ങനെയാണ് അള്ളാഹിന്റെ ഉമ്മാവുക? ഇമ്രാന്റെ ഭാര്യ മറിയമിനെ എന്താണ് ആക്കിയത്? പള്ളിയിലേക്ക് സേവകയായിട്ടാണ് പറഞ്ഞയച്ചത്. പക്ഷെ ക്രൈസ്തവര്, നസ്രാണികൾ പറയുന്നു മാതാവാണ്, വിശുദ്ധ മാതാവാണ്, ദൈവത്തിന്റെ മാതാവാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാര്യം കൂടി ഇവിടെ എന്താകുന്നുണ്ട്? ഇല്ലാതാവുന്നു. ഇനി അടുത്ത ആയത്ത് നോക്കാം. فَتَقَبَّلَهَا رَبُّهَا بِقَبُولٍ حَسَنٍ وَأَنبَتَهَا نَبَاتًا حَسَنًا وَكَفَّلَهَا زَكَرِيَّا كُلَّمَا دَخَلَ عَلَيْهَا زَكَرِيَّا الْمِحْرَابَ وَجَدَ عِندَهَا رِزْقًا قَالَ يَا مَرْيَمُ أَنَّى لَكِ هَذَا
ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് ഫതഖബ്ബലഹാ അങ്ങനെ അവളെ സ്വീകരിച്ചു റബ്ബുഹ അവളുടെ നാഥൻ. അപ്പൊ പെണ്ണായതുകൊണ്ട് അള്ളാഹു ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞില്ല, സ്വീകരിക്കാതിരുന്നിട്ടില്ല. ആണാന്ന് വിചാരിച്ചിട്ടല്ല ഇനി നേർന്നത്, അപ്പൊ ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. സ്വീകരിച്ചു എന്ന് മാത്രമല്ല ബിഖബൂലിൻ ഹസൻ, ഏറ്റവും നല്ല സ്വീകരണം. അവളെ വളർത്തി നബാതൻ ഹസന, ഏറ്റവും മെച്ചപ്പെട്ട ഒരു വളർത്തൽ. അവളുടെ സംരക്ഷകനാക്കി. ഗൾഫ് പോയവരാണുള്ളത്, കാണാൻ പോയതല്ല, പണിക്ക് പോയത്. കഫീൽ കേട്ടിട്ടുണ്ടോ നിങ്ങള്? കഫീൽ എന്ന് പറയുന്നത് എന്താ കഫീൽ എന്ന് പറഞ്ഞാല്? സ്പോൺസർ, കഫാലത്ത് ഏറ്റെടുത്ത ആളാണ് കഫീൽ. അപ്പൊ ഇവിടുന്ന് വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യണമെങ്കിലും അവിടെ കച്ചവടം തുടങ്ങണമെങ്കിലും ഒക്കെ അവിടെ ആര് വേണം? ഒരു കഫീല് വേണം, ഒരു കഫാലത്ത് ഏറ്റെടുക്കും. അപ്പൊ അത് നമുക്ക് പരിചയമുണ്ട്. പിന്നെ കുറച്ചും കൂടി പരിചയമുള്ളതാണ് കഫീലിനെ പറ്റിക്കണത്. മലയാളത്തിൽ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് എന്ന് പറയായിരുന്നു പോലും പണ്ട്. ആഭരണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുത്തരുമ്പോഴേ ഞാൻ കുറച്ച് എടുത്തിക്കണേ. അപ്പോ ഇവര് ചോദിക്കും, അതിന് ഞാൻ എന്തോ വേണോ? നിങ്ങള് തന്നക്കി. ഓനെടുത്തതിന് പിന്നെയും പൈസ തന്നെയാ. പൊന്നുണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കുമ്പോഴേ, ആഭരണം ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കുമ്പോ ഞാൻ കുറച്ച് എടുത്തിക്കണ. അപ്പൊ എന്തായി? അങ്ങനെ പറഞ്ഞാലാക്കാണ്. ഞാനെടുത്തെന്ന് പറയണ എന്താ? നിങ്ങൾ തന്ന പൊന്നെന്ന് ഞാൻ കുറച്ച് എടുത്തിക്കുന്നതാണ്. പക്ഷെ ഇയാള് ചോദിക്കണ എന്താണ്? അല്ല, അതിന് ഞാൻ ഇനി എന്തെങ്കിലും തരണോ? അതിന് അങ്ങനെ ഒന്നുമില്ല, എന്തെങ്കിലും ഒന്ന് തന്നക്കി, ഒരു ഇത്ര റുപ്യ തന്നക്കി എന്ന് പറയും. അപ്പൊ വാങ്ങി. കാരണം വാങ്ങണ ആൾ വിചാരിക്കണം എന്താ? ഞാൻ കൊടുത്തതിനേക്കാൾ കൂടുതൽ ഇപ്പം കൂട്ടി ഇട്ടിക്കണെന്നാണ്. അങ്ങനെയൊക്കെയുള്ള ചില സംഗതികളുണ്ട്. കഫീൽമാരെ പറ്റിച്ച് എത്രയോ ആൾക്കാരുണ്ട്, നമുക്കിതൊന്നും അറിയില്ല. നമ്മളോലടുത്ത് സംഭാവനക്ക് പോകും. ഉണ്ടല്ലേ? നമ്മൾ തന്നെ പഠിപ്പിച്ചു കൊടുത്തേക്കും. ബൈത്തുൽ മഖ്ദിസില് സേവകരായിട്ട് വരുന്ന ഇങ്ങനെയുള്ള ആളുകളെ അവർക്ക് ഇങ്ങനെയുള്ള ഒരു കഫീൽ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അവിടെ സ്വയം ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ട്. ഇവിടെ സക്കരിയയാണ് ഏറ്റെടുക്കുന്നത്. എങ്ങനെയാണ് സക്കരിയയെ ഏൽപ്പിക്കുന്നത് എന്ന് വരുന്ന ആയത്തുകളിൽ പറയുന്നുണ്ട്. നറുക്കെടുത്തിട്ടാണ്. ഈ നറുക്കെടുക്കല് സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ തുല്യാവകാശമുള്ള ആളുകൾക്കിടയിലാണ് നറുക്കെടുക്കുക. നമ്മള് കുറിയൊക്കെ നറുക്കെടുക്കുക എന്തുകൊണ്ടാണ്? രണ്ടാൾക്കും ഒരേ അവകാശമാണ്. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇന്ന ആൾക്കെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നറുക്കെടുക്കും. പള്ളിയിലെ ഒന്നാമത്തെ സഫിന്റെ പ്രത്യേകത എങ്ങാനും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നറുക്കെടുപ്പ് വേണ്ടി വരുമായിരുന്നു എന്നാണ്. നമ്മളിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളൊന്നും അറിയും. കാരണം എനിക്ക് സലാം വീട്ടു ഉടനെ എന്ത് ചെയ്യണം? ബേക്കിന്ന് പോണം. അപ്പൊ നിങ്ങൾ മുന്നിൽ നിന്നോളിയെന്നാണ്. പക്ഷെ അത് മുന്നിലെ സഫിന്റെ വില തിരിയുമായിരുന്നെങ്കിൽ 5 മണിക്ക് പള്ളിയിലെത്തിയാലേ കിട്ടുള്ളൂ എന്ന് തോന്നുമ്പോ 5 മണിക്ക് എത്തും. അപ്പൊ മറ്റവനും അതേമാതിരി എത്തും. അപ്പൊ പിറ്റേ ദിവസം ഇയാള് 4:55 എത്തും. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാരും ഒരേ സമയത്ത് എത്തും. അവസാനം എന്ത് ചെയ്യേണ്ടി വരും? അവിടെ അങ്ങനെ നിന്നാലും കഴിച്ചിലാവൂല. അപ്പൊ നറുക്കെടുക്കേണ്ടി വരും. നമ്മളിപ്പോ തന്നെ ഹറമിലൊക്കെ പോയത് സംഭവിക്കണം കേട്ടോ. നമ്മള് വെറുതെ പറയല. കാരണം
അറമിലൊക്കെ നമ്മൾ പോയാല് നമുക്ക് സെഫ് കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ പോകൂലേ, കുറെ നേരത്തെ പോകും. ജുമാക്കൊക്കെ പള്ളിന്റെ അകത്ത് കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ പോയിട്ട് 12:15 മൂത്രമൊഴിക്കാൻ മുട്ടി പുറത്തേക്ക് വരുന്ന ആൾക്കാർ. അപ്പോ ഒരു ഒത്തൊപ്പിച്ചൊരു സമയത്ത് പോയില്ലെങ്കിൽ ബേക്കിലെങ്കിലും കിട്ടുവരും. പക്ഷെ ഇത് ഒരുപാട് നേരത്തെ പോയപ്പോ പിന്നെ റോട്ടുമേലൊക്കെ ഉണ്ട്, അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഈ നറുക്കെടുപ്പ് വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരേ അവകാശമുള്ള കുറെ ആളുണ്ടാവുമ്പോഴാണ്. അപ്പൊ അങ്ങനെ സക്കരിയയെ അങ്ങനെയാണ് ചുമതലപ്പെടുത്തിയത് എന്ന് വരുന്ന ആയത്തിലുണ്ട്. അങ്ങനെ കുല്ലമ ദഖല അലൈഹ സക്കരിയ അൽ മിഹ്റാബ്, ഈ മറിയമിന്റെ ഉമ്മ ഹെന്നയുടെ സഹോദരിയുടെ ഭർത്താവാണ് സക്കരിയ കേട്ടോ. അപ്പൊ എളാപ്പയാണോ മൂത്താപ്പയാണോ എന്തായാലും ഒന്ന്, ഉമ്മന്റെ സഹോദരി ഭർത്താവ്. അപ്പൊ അവർക്കാണ് ചുമതല. അപ്പോ മിഹ്റാബ് എന്ന് ഇവിടെ പറയുന്നത് നിസ്കരിക്കുമ്പോ ഇമാം വെക്കണ മിഹ്റാബ് അല്ല. പള്ളിയില് പ്രത്യേകിച്ച് ബൈത്തുൽ മഖ്ദിസില് ഇങ്ങനെ ഭജനം ഇരിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സംവിധാനം ഉണ്ടാക്കുമായിരുന്നു. മിഹ്റാബ് മറിയം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ പോയത്? മിഹ്റാബ് മറിയം ലേശം ഒന്ന് സ്റ്റെപ്പ് കയറി പോയിട്ട് ലേശം ഒരു ഉയരത്തിലാണ്. ബൈത്തുൽ മഖ്ദിസിന്റെ അകത്ത് തന്നെ സക്കരിയ, മിഹ്റാബ് സക്കരിയ അതിന്റെ കുറച്ച് ഇപ്പുറത്താണ്. മിഹ്റാബ് സക്കരിയ എന്ന് നോക്കിയാൽ മിഹ്റാബ് മറിയം കാണാം, ആ നിലക്കുള്ളത് കുറച്ചൊരു വ്യത്യാസത്തില് ആണ്. അപ്പൊ ഈ മിഹ്റാബ് മറിയമില് ഇടയ്ക്ക് ആര് പോകും? സക്കരിയ പോകും. കാരണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അറിയൊക്കെ ചെയ്യണ്ടേ. അപ്പൊ അവരവിടെ പ്രാർത്ഥനയിലായിരിക്കും. അപ്പൊ അങ്ങനെ പോകുമ്പോ അവൾക്കരികെ വജദ ഇൻദഹാ റിസ്ഖാ, മറിയമിന്റെ അടുത്ത് ഭക്ഷണം കണ്ടു. റിസ്ഖ് എന്ന് പറയുമ്പോ ഭക്ഷണം മാത്രം അല്ല, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് എന്ന് പറയുന്നു. അപ്പൊ ഈ കാണുന്ന ഭക്ഷണം ഏതാണെന്ന് വെച്ചാല് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്ന ജാതി അല്ല. ഇപ്പൊ ഉറുമാമ്പഴത്തിന്റെ സീസൺ അല്ലാത്തപ്പോ ഉറുമാമ്പഴം ഉണ്ടാവും. പുതിയ കാലത്ത് കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഓൾക്ക് സീസൺ പ്രശ്നമില്ല. കഴിഞ്ഞ ആഴ്ച ഇവിടെ മാങ്ങ വെക്കണുണ്ട്. അപ്പോ ഏത് കാലത്തും എല്ലാം കിട്ടുന്ന ഒരു ലോകത്താണ് ഇപ്പൊ നമ്മളുള്ളത്. ഫ്രഷ് ആയിരിക്കൂല, പറിച്ചിട്ട് ഫ്രീസറിൽ വെച്ചതായിരിക്കും, എന്നിട്ട് ഡിമാൻഡുള്ളപ്പോ വിൽക്കുക. അതിപ്പോ കഴിയുന്ന ഒരു കാര്യമാണ്. അന്ന് അങ്ങനെ ഒന്നുമില്ല. അന്ന് ഈത്തപ്പഴത്തിന്റെ വിളവെടുപ്പ് കാലത്താണ് ഈത്തപ്പഴം സമൃദ്ധമായിട്ട് കിട്ടുക. പിന്നെ സൂക്ഷിച്ചു വെക്കണം. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർക്ക് ഈ ജാതി സൂക്ഷിച്ചു വെക്കണ വിദ്യകൾ അറിയായിരുന്നു. മാങ്ങക്കാലത്ത് മാങ്ങ സൂക്ഷിച്ചു വെക്കും, ചക്ക കാലത്ത് അതെടുത്ത് ഉണക്കി വെക്കും, കപ്പ കിട്ടിയാൽ അത് ഉണക്കി വെക്കും, ഇങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ടി വരും. അതേ സമയത്ത് ഇന്ന് അങ്ങനല്ല. അപ്പൊ അന്ന് ഉറുമാമ്പഴം ഇല്ലാത്ത, ഫലസ്തീന് നല്ല ഉറുമാമ്പഴം കിട്ടും. ഉറുമാമ്പഴം ഇല്ലാത്ത കാലത്ത് തന്നെ ഉറുമാമ്പഴം കാണാം, അല്ലെങ്കിൽ വേറെ ഫ്രൂട്ട്സ് ഒക്കെ കാണാം. അപ്പോ സക്കരിയ ചോദിച്ചു, എന്താണ് ചോദിച്ചത്? യാ മറിയം അന്നാ ലക്കി ഹാദാ, അല്ല മറിയം ഇത് എവിടെ കിട്ടി എന്ന്. കാലത്ത് അവള് പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാ, ഇത് അള്ളാന്റെ അടുത്ത് കിട്ടിയതാണ്. ഇന്നല്ലാഹ, കൂട്ടത്തിൽ ഇതുകൂടി പറഞ്ഞു, നിശ്ചയമായും അല്ലാഹു യർസുഖു മൻ യശാ, അവൻ ഇച്ഛിക്കുന്നവർക്ക് വിഭവം നൽകുന്നു. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവന് കണക്കില്ലാതെ എന്നല്ല. നമുക്ക് എത്രത്തോളം കിട്ടുന്നു, എവിടുന്ന് കിട്ടുന്നു എന്നൊന്നും അറിയാതെ നമ്മക്കാ കണക്കില്ലാത്തത്. കണക്കില്ലാത്ത അത്ര എന്ന് പറയില്ലേ, കണക്കില്ലാത്ത അത്ര.
കണക്കുണ്ട്. ആരടുത്ത്? തരുന്ന അള്ളാന്റെ അടുത്ത് കണക്കൊക്കെ ഉണ്ട്, പക്ഷെ ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്തത്. അപ്പൊ അള്ളാഹു പ്രത്യേകമായിട്ട് വിഭവങ്ങൾ കൊടുക്കുകയാണ് മിഹ്റാബിലേക്ക്. അള്ളാഹ്ക്ക് അതിന് കഴിയും, അള്ളാഹ്ക്കേ കഴിയുള്ളൂ. അപ്പൊ ഇതൊന്നും ഈ പ്രായാധിക്യത്തിൽ കുട്ടികൾ ഉണ്ടാവാൻ ന്യായമില്ലാത്ത കാലത്ത് കുട്ടികളുണ്ടായി എന്നതിൽ തന്നെ എന്തുണ്ട്? അള്ളാഹു പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നതും എന്തല്ല, സംഗതിയല്ല. അപ്പൊ മറിയമിന് ഭക്ഷണം കൊടുത്ത പടച്ചോനെ ഞങ്ങൾക്ക് റിസ്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാം. هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. هنالك അവിടെ വെച്ച് ദഅ സക്കരിയ പ്രാർത്ഥിച്ചു, റബ്ബഹു തന്റെ റബ്ബിനോട്. അപ്പൊ ഇങ്ങനെ അത്ഭുതകരമാം വിധം റിസ്ക് നൽകപ്പെടുന്നത് കണ്ടപ്പോ ആകെ ബേജാറായി സക്കരിയ അവിടുന്ന് പോവല്ല ചെയ്യുന്നത്. അതിൽ നിന്ന് സക്കരിയ അപ്പോൾ ഭക്ഷിച്ചോ ഇല്ലയെന്നും നമുക്കറിയില്ല. മറിയം അവർക്ക് കൊടുത്തോ ഇല്ലേ അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സ്വഭാവം അനുസരിച്ച് കൊടുത്തിട്ടുണ്ടാവും അല്ലേ, ഭക്ഷണം സ്വാഭാവികമായിട്ട് കൊടുക്കുമല്ലോ. പിന്നെ അതൊന്നും ഇവിടെ വിഷയമല്ല. വിഷയം ഇപ്പൊ ഇവിടെ പറയാണ് സക്കരിയ. ഇത് കണ്ട ഉടനെ സക്കരിയ പ്രാർത്ഥിച്ചു. പറയപ്പെടുന്നു അന്ന് സക്കരിയ 100 വയസ്സിലധികം പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ 90-ലേറെ വയസ്സുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികളൊന്നുമില്ല, നരബാധിച്ചിട്ടുണ്ട്. വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് എനിക്ക് നരബാധിച്ചു. അപ്പോ കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരുവിധ ബയോളജിക്കൽ സാധ്യതയും ഇല്ല. നമ്മള് ശാസ്ത്രീയമായി എന്ന് പറയും എല്ലാ കാര്യത്തിനും. ശാസ്ത്രീയമായി തെളിയിച്ചതാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഗതിയാണ്. കാരണം നമ്മൾ ശാസ്ത്രത്തിനെയാണ് മുൻതൂക്കം കൊടുക്കുന്നുള്ളതുകൊണ്ട് ശാസ്ത്രീയമായി തെളിയിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നും. ആ പറഞ്ഞ ശാസ്ത്രം അനുസരിച്ച് ഇവർക്ക് മക്കൾ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും അവസാനിച്ച അവസ്ഥയിലാണ് അവരുള്ളത്. പക്ഷേ കണക്കില്ലാതെ ഈ മെഹ്റാബിലേക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് കണ്ട മാത്രയിൽ ഉടനെ സക്കരിയ പ്രാർത്ഥിച്ചത് റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ. എന്റെ നാഥ, നല്ലവരായ മക്കളെ നിന്റെ അടുക്കൽ നിന്ന് നീ എനിക്ക് തരണേ. അപ്പൊ ഈ അനുഗ്രഹം ഉണ്ടായ ഈ മിഹ്റാബിൽ വെച്ച് സക്കരിയ ഉടനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് നീ മക്കളെ തരണേ. എങ്ങനെയുള്ള മക്കളെ തരണം? ത്വയ്യിബത്തൻ, നല്ല മക്കളെ. ഇന്നക സമീഉ ദുആ, നിശ്ചയമായും നീ ദുആ കേൾക്കുന്നവനാണ്. ഞാനിത് പറയുമ്പോ ആരോടാണ് ഞാനിത് പറയുന്നത്? അള്ളാഹുവിനോടാണ് പറയുന്നത്. അപ്പൊ നീ ദുആ കേൾക്കുന്നവനാണ്, നീ എനിക്ക് മക്കളെ തരണേ എന്ന് പ്രാർത്ഥിച്ചു. കുട്ടികളോടുള്ള നമ്മുടെ ബാധ്യത ശരിക്ക് തുടങ്ങുന്നത് ജനന തീയതിക്ക് ശേഷമല്ല, കുട്ടികൾ ജനിച്ചതിന്റെ ശേഷമല്ല. ശിശുദിനത്തില് ഇന്നലെ കുറെ കുട്ടികളെ പറ്റി പറഞ്ഞു. ആ വയറ്റിങ്ങളെ വേഷം കെട്ടിച്ച് സ്കൂളിൽ പറഞ്ഞു വെച്ചു. ഓൽക്കറിയില്ല ഇതിപ്പോ എന്താ.
ഓൽക്കൊരു റോസാപ്പൂവും കിട്ടി, കുറെ മുട്ടായും കിട്ടി, വെള്ളക്കുപ്പായ ഇട്ടെന്നല്ലാണ്ട് ഓൽക്കിപ്പോ എന്താവും അറിയില്ല. പക്ഷെ നമ്മക്കെന്നെങ്കിലും അറിയേണ്ടിയിരുന്നു, ശിശുക്കളോടുള്ള നമ്മുടെ ബാധ്യത തുടങ്ങുന്നത് കുട്ടികളായതിന്റെ ശേഷമല്ല. കുട്ടികൾ ഉണ്ടാവുന്നതിന്റെ ലക്ഷണം പ്രകടിപ്പിക്കുന്നതിന്റെയും മുന്നെയാണ് ഈ ദുആ. പക്ഷെ ആ ദുആ കുട്ടികളെ തരണേന്നല്ല, ദുര്രിയത്തൻ ത്വയ്യിബ, നല്ലതിന് തരണേ, നല്ല കുട്ടികളെ തരണേ. ഒരാൾക്ക് തൻ്റെ കുട്ടിയോടുള്ള ബാധ്യതകൾ പഠിപ്പിച്ചു. ശരി, അത് കഴിഞ്ഞിട്ട് പറയാം, റെക്കോർഡിങ് കഴിഞ്ഞിട്ട് പറയാം, ഈ ഔട്ട് ഓഫ് റെക്കോർഡിങ് ആണ്. അപ്പൊ പിന്നെ കുട്ടികളോട് 3 ബാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യത കുട്ടികൾക്ക് നല്ല ഉമ്മനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. നല്ല ഉമ്മനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വയറ്റാട്ടിയെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് മനസ്സിലായി. ഓള് പ്രസവിക്കാൻ അയക്കണേണ്, നല്ല ഒന്നിനെ ഒരു ഓംനേഴ്സ് വേണം. പക്ഷേ നിങ്ങളെ കുട്ടിക്ക് നല്ല ഉമ്മനെ തിരഞ്ഞെടുക്കണം എന്നതാണ് ഒരു പിതാവിന്റെ ഒന്നാമത്തെ ബാധ്യത. എന്ന് പറഞ്ഞാൽ എപ്പാ നോക്കണ്ടേ? അപ്പൊ പെണ്ണ് ആലോചിക്കുമ്പോ ഇവിടെയുള്ള ഏറ്റവും വലിയൊരു തറവാട്ടുകാരന്റെ മോളെ കെട്ടി എന്ന് പറയാനുള്ള പേരിനോ, കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, സൗന്ദര്യത്തിന്റെ കഥ എന്ന് പറഞ്ഞാല് ഒരു സ്റ്റവ് പാളിപ്പോയാൽ മതി, അതോടെ അത് കഴിഞ്ഞു. അങ്ങനെ എപ്പം വേണമെങ്കിലും, അല്ലെങ്കിൽ നല്ല ഒരു ചിക്കൻ ബോക്സ് വന്നാല് പിന്നെ നിക്കാബ് ഇട്ട് നടക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണല്ലോ ഈ സൗന്ദര്യം. അപ്പോ അങ്ങനെയുള്ള ഒന്നിനെയോ, സമ്പത്ത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന ഒന്നിനെയോ ഒന്നുമല്ല. പ്രേമിക്കുന്ന കുട്ടികളോടും പറഞ്ഞു കൊടുക്കേണ്ടതാണ്, എടാ ചങ്ങായി, ഇതിപ്പോ എന്റെ താൽക്കാലികമായ ഒരു വികാരം, ഒരു പ്രണയം, അങ്ങനെയുള്ളൊരു ബുദ്ധി എന്നതല്ല. ജീവിതം എന്ന് പറയുന്നത് നിന്റെ കുട്ടികളെ ഉമ്മാനെയാണ് ഈ തിരഞ്ഞെടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. നല്ല ഉമ്മാനെ കൊടുക്കലാണ് ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്യേണ്ടത്. ഇത് ഞാൻ ഇന്നലെ അല്ല വെള്ളിയാഴ്ച ഖുതുബയില് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോ ആളുകൾ ഇന്നെങ്ങനെ നോക്കുന്നുണ്ടപ്പോ എനിക്ക് തോന്നി, അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞു, ഞാൻ അന്നേരം തോന്നിയത് അന്നേരം പറഞ്ഞതാണ്, കഴിഞ്ഞു പോയി നിങ്ങൾ വിഷയാക്കണ്ട. അതായത് ഇനിയിപ്പോ എന്നാ പിന്നെ ആദ്യം മുതലേന്നൊന്നും വിചാരിക്കണ്ട, ഉള്ളതിനെന്താക്കിയാ മതി, കഴിയണമാതിരി നേരാക്കിയാ മതി. അല്ലെങ്കിൽ ഞാനിതും പറഞ്ഞു പോരുമ്പോ അപ്പോ ഇനിയുള്ളതിന് നേരാക്കാം. പിന്നെ ഇനി നമ്മളെ മക്കളെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. നമ്മളെ പെൺമക്കളെ കാര്യത്തിലും ശ്രദ്ധിക്കുക. കാരണം എന്താണ്, ഇത് ഓലെ മക്കളെ നോക്കാനുള്ള ക്വാളിറ്റി നമ്മളെ പെൺമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെല്ലാം കൊടുക്കൂ, മക്കളെ നോക്കാനുള്ള ക്വാളിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ. ഇന്നലെ ഞാൻ ഒരു വീട്ടില് പോയി, വയത് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് പോയതാണ്. അപ്പൊ അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവിടുത്തെ മോളോട് ചോദിച്ച്, ഇത് ഈ ഏതാ അതിലേത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കിയാണ്. വെരി ഗുഡ്, നല്ല ചപ്പാത്തിയാണ്. പിന്നെ കറികളൊക്കെ ആ കമ്മച്ചി ഉണ്ടാക്കിയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കണം, നോക്ക് നേരല്ല, നോക്ക് നേരമില്ലെങ്കിലും പഠിക്കണം. കാരണം ഉണ്ടാക്കുന്ന ചായയിലും ചോറിലും ഒക്കെ ജീവിതമുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ പഠിക്കുന്നതിന്റെ ഇടയിൽ ഇതിന് നേരമില്ല എന്ന് പറഞ്ഞാല്, നിങ്ങളുടെ ഡിഗ്രി ഒക്കെ കല്യാണ ആലോചനന്റെ സമയത്താണ്. ഓളുടെ ഡിഗ്രി എന്താ, ഓന്റെ ഡിഗ്രി എന്താ, ഓളെന്താ, ഇവളെന്താന്നൊക്കെ. കല്യാണപ്പേരൊരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ട കൊടുക്കുന്ന ഒരു ഗ്ലാസ് ചായന്റെ അകത്താണ് ചിലപ്പോൾ ഉണ്ടാവുക ഒരു ജീവിതം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ചെറിയ കാര്യമൊന്നും അല്ല അത്. അപ്പൊ അവിടെ എന്നാ പെണ്ണാണോ ഞാൻ ഉണ്ടാക്കിയ, അത് ആണ് ഞാൻ ഉണ്ടാക്കിയാല് എന്നൊക്കെ ചോദിച്ചാല് ചോദിക്കാനൊക്കെ രസാണ്.
പക്ഷെ ജീവിക്കാന് അത്ര രസം ഉണ്ടാവൂല എന്ന് മനസ്സിലായിക്കൊള്ളണം. അപ്പൊ ഒന്നാമത്തെ ബാധ്യത നല്ല ഉമ്മനെ തിരഞ്ഞെടുക്കലാണ്. രണ്ടാമത്തെ ബാധ്യത നല്ല പേരിടലാണ്. മോന്റെ ഒരു അക്ഷരം എടുത്ത് ഇവന്റെ ഒരു അക്ഷരം എടുത്ത് എല്ലാം കൂടി അർത്ഥം വായിച്ചു നോക്കുമ്പം ഭയങ്കര തോന്നിയാസായി പോകുന്ന കോലത്തില് പേര് ഇടരുത്. ഞമ്മക്ക് എന്തിനാ വാശി? ആർക്കും ഇല്ലാത്ത പേര് തന്നെ വേണമെന്ന് അങ്ങനെ വാശി പിടിച്ചിട്ടാണ് പലപ്പോഴും എവിടെ ഇല്ലാത്ത പേരിടണം എന്ന് വിചാരിച്ചിട്ട് ഗുളികന്റെ പേരൊക്കെ ഇടുന്നു. അപ്പൊ ശരിക്കും അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ആർക്കും ഇല്ലാത്ത പേര് തന്നെ ഇടണോ? നല്ല പേരായാ പോരെ. അപ്പോ പേര് നല്ലതിടല് വളരെ പ്രധാനമാണ്. മൂന്നാമത്തെ ബാധ്യത ദീന് പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ്. ഈ 3 ബാധ്യത മക്കളോട് പുലർത്താത്ത മാതാപിതാക്കൾ ഖേദിക്കേണ്ടി വരും എന്നത് വളരെ സംഭവ ലോകത്ത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അപ്പൊ സക്കരിയയുടെ ദുആയാണ് നമ്മുടെ വിഷയം. അദ്ദേഹം പ്രാർത്ഥിച്ചു, പടച്ചോനെ എനിക്ക് ത്വയ്യിബത്തായ നല്ല മക്കളെ തരണേ. ഇത് ഗർഭിണി തന്നെ ആകുന്നതിന്റെ മുന്നുള്ള ദുആണ്. പിന്നെ ഗർഭിണി ആയതിന്റെ ശേഷവും പ്രാർത്ഥന തുടരും, പ്രസവിക്കപ്പെട്ടതിന് ശേഷവും തുടരും. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്ൻ. കൺകുളിർമ കണ്ടാൽ തന്നെ ഒരു കുളിർമ ഉണ്ടാകണ മക്കള്. പൗഡർ ഇട്ടാലൊന്നും അങ്ങനെ കുളിർമ ഉണ്ടാവില്ല. കൺകുളിർമ ഉണ്ടാവുക എങ്ങനെയാണ്? നല്ല പൗഡർ ഇട്ടാലാണോ? സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചില മക്കള് തന്നെ മനുഷ്യന്റെ സ്വൈര്യം കെടുത്തുന്ന ജാതി മക്കളുണ്ടല്ലോ. ഉമ്മനെയും വാപ്പനെയും തല്ലണവര് മാത്രമൊന്നല്ല, വാക്കുകൊണ്ട്, പെരുമാറ്റം കൊണ്ട്, നടപടികൾ കൊണ്ടും ഒക്കെ പ്രയാസം ഉണ്ടാക്കുന്നവരുണ്ട്. ഇതൊന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ് മക്കൾ കൺകുളിർമയുള്ളവരായി വളരുക. പക്ഷേ ഒരു കാര്യവും കേവല പ്രാർത്ഥന കൊണ്ട് കിട്ടൂല എന്നതാണ് സുന്നത്തുള്ള. അള്ളാഹുവിനൊരു സുന്നത്തുണ്ട്. ആ സുന്നത്ത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അടക്ക കുഴിച്ചിട്ടിട്ട് തെങ്ങും തേങ്ങയും ഉണ്ടാവാൻ വരുന്നാൽ അത് ഈ സുന്നത്തിനെതിരാണ്. അപ്പൊ തേങ്ങ ഉണ്ടാവണമെങ്കിൽ തേങ്ങ തന്നെയാണ് മുളപ്പിക്കേണ്ടത്, എന്നിട്ട് ദ്വാരക്കണം. അതാണ് സുന്നത്തുള്ള. അള്ളാഹുവിന്റെ നടപടിക്രമത്തെ അള്ളാഹു ചിലപ്പോൾ അള്ളാഹുവിന്റെ യുക്തി അനുസരിച്ച് മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കും. അതാണ് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ജനനം, അതാണ് ചെങ്കടലിന്റെ പളരൽ, അതാണ് മന്നും സെൽവയും കിട്ടിയത്. അതൊക്കെ ഉണ്ട്. അതും അള്ളാഹിന്റെ നടപടിക്രമമാണ്. ഹിദറും മൂസയും തമ്മിൽ നടന്നു പോകുമ്പോ ഹിദർ ചെയ്ത പണികൾ, അതിന്റെ യുക്തി എന്താന്ന് സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. പക്ഷെ മനുഷ്യനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ കപ്പലോട്ടാക്കലും കുട്ടിനെ കൊല്ലലും മതിലെട്ടലും പിന്നെയും ചെയ്യാം. കുട്ടിനെ കൊല്ലലും കപ്പലോട്ടലാക്കലൊന്നും ചെയ്യാൻ പറ്റില്ല. ശരീഅത്തനുസരിച്ച് മനുഷ്യന് ജീവിക്കാൻ പറ്റൂ. ഇവർ ചെയ്തത് എന്താ? ഇവർ ശരീഅത്തുള്ള മനുഷ്യനല്ല, അള്ളാഹ് ഈ പണിയെടുക്കാൻ പ്രത്യേകം അയച്ചത് എന്നതുകൊണ്ടാണ്. അപ്പോ അള്ളാഹുവിനൊരു നടപടിക്രമമുണ്ട്. ആ സുന്നത്ത് കുട്ടികൾ കൺകുളിർമയുള്ളവരാകണമെങ്കിൽ കൺകുളിർമ ഉണ്ടാക്കാനുള്ള യോഗ്യത കുട്ടികളിൽ വളർത്തണം. അപ്പൊ കുട്ടികൾക്ക് നല്ലത് കൊടുക്കണം, അവരെ മാനിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. അവരുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവർ ചീത്ത പറയാൻ പാടില്ല. അവരുടെ കമ്പനിക്കാരുടെ മുമ്പിൽ വെച്ച് അവരെ ആക്ഷേപിക്കാൻ പാടില്ല. അവരെ കെയർ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് പണി ബോധപൂർവം എടുത്താലാണ് എന്താവുക? കുട്ടികളിൽ കൺകുളിർമ ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട്. കുട്ടികൾ ചില കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവും. ഇത് നമ്മൾ ഓൻ്റെ മുമ്പ് തന്നെ എല്ലാവരോടും പറയും, വലിയ കാര്യമായിട്ട്
നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഈ കുട്ടിനെ വീണ്ടും വീണ്ടും നാശാക്കുകയാണ് ചെയ്യുന്നത്. ഇവരുണ്ടല്ലോ ആ TV സ്റ്റാൻഡിന്റെ മുകളിലുള്ള സാധനം എടുത്തോണ്ട് പൊട്ടിച്ചു. എന്നിട്ട് ഓനിങ്ങനെ നോക്കന്നെ, ആ നോട്ടൊക്കെ കാണേണ്ടി തന്നെയാണ്. ആരപ്പ നീ പറയണേ? ഓൻ അടുത്ത് എവിടെ ഉണ്ട് പൊട്ടിക്കാൻ നോക്കി നടക്കും. കാരണം ഓനത് എന്താണ് അങ്ങനെ. അതുപോലെ ചില വാക്കുകൾ മുതിർന്ന ആൾക്കാരോട് പറഞ്ഞ വമ്പത്തരങ്ങൾ ഉണ്ടാവും. ഈ വമ്പത്തരം നമ്മൾ ആരോട് പറയും? ആ കുട്ടിന്റെ മുന്നിൽ തന്നെ വേറെ ആൾ ഇങ്ങനെ ചോദിച്ചിരിക്കുക. അപ്പൊ ഇവരെന്ത് ചെയ്യും? ശരി. അപ്പൊ ഇതിലൊക്കെ നല്ല കാര്യബോധത്തോടെ വേണം പെരുമാറാൻ. ചിലത് നമ്മൾ കണ്ടില്ല എന്ന് നോക്കണം, ചിലത് നമ്മൾ പരിഗണിക്കാതിരിക്കണം, ചിലതിന് നമ്മൾ അംഗീകാരം കൊടുക്കാതിരിക്കണം. അപ്പോഴാണ് അവര് പിന്നെ അത് മാറ്റുള്ളൂ. അപ്പൊ ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഇതൊക്കെ തിരിയണ പോലെ അമ്മലാണ് എന്ത് ചെയ്യേണ്ടത്? കല്യാണം നടത്തേണ്ടതെന്നാണ്. അപ്പൊ ഇതെല്ലാവർക്കും സ്വയം തിരിയൂലെങ്കിൽ മഹല്ല് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ കൂടിയിട്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുത്തിട്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കും. അല്ലെങ്കിൽ കുട്ടികൾ വിളക്കായി പോയാല് മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ ഓര് പറയും, ഇവര് ഞങ്ങൾക്കൊന്നും പഠിപ്പിച്ചെന്നില്ല, ഒരു വലിയ നേതാക്കന്മാരെ വേഗം പിടിച്ച് ഇങ്ങനെ പോയിച്ചേ ഉള്ളൂ, ഞമ്മക്കിത് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറയും. വുമൻസ് വിങ്ങിന്റെ ആളെ എന്തായാലും പിടിക്കും. കാരണം അവർക്ക് വലിയ ബാധ്യത ഉണ്ട്. വനിതാ പ്രസിഡന്റിനാണ് ആദ്യം ചോദിക്കുക, നിങ്ങളിങ്ങനെ ഖുർആൻ ക്ലാസ്സിന് ക്ലാസ്സിൽ തന്നെ മതിയോ, വെറും ഖുർആൻ ക്ലാസ് തന്നെ മതിയോ, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടെന്ന് വെച്ചാല് കൊടുക്കുകയല്ലേ ചെയ്യും. അതുകൊണ്ട് ഇവിടെ കെട്ടിക്കാൻ ആയി വരുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളൊക്കെ ഒന്നൊന്നും പോരാ, ഒന്നുപോലെ തുടങ്ങി. അൽഹംദുലില്ലാ, നല്ല കാര്യം. പിന്നെ നിങ്ങളന്ന് നോയർക്കാൻ മറന്നുപോയതൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അവ കുട്ടികൾ എന്ത് ചെയ്തോളൂ, അതൊക്കെ നോയർന്നോളൂ ഇൻഷാ അല്ലാഹ്. ഏതായാലും പിന്നെ ഇന്നക സമീഉ ദുആ, നിശ്ചയമായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. ഇനി വരുന്ന ആയത്തുകളില് ആ പ്രാർത്ഥനകൾ സ്വീകരിച്ച കാര്യവും പിന്നീട് സംഭവിച്ച കാര്യവും ഒക്കെയാണ് പറയുന്നത്. എന്തായാലും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബം, നൂഹ് നബിന്റെ കുടുംബം, ഇമ്രാന്റെ കുടുംബം എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. ഇമ്രാന്റെ കുടുംബത്തെക്കുറിച്ച് പ്രത്യേകം പറയാനുണ്ടായ ഒരു സാഹചര്യം ഇതാണ്. വിശുദ്ധയായിട്ടുള്ള മറിയമിന്റെ വസ്ത്രമാണ് നമ്മളോട് ധരിക്കാൻ പറഞ്ഞത്. മറിയമിനെയാണ് മാതൃകയാക്കാൻ, ലോകർക്ക് മാതൃകയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് മറിയം. ആ തെരഞ്ഞെടുപ്പ് എവിടെ നിന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, വൈദിക്കുന്നല്ല. ആദ്യം തന്നെ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുത്തു. ഇൻഷാ അല്ലാഹ് കഴിച്ച് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എന്താണ് ഇന്ന് നമ്മുടെ SIR-ന്റെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, ഫോറം പൂരിപ്പിക്കാൻ സഹായിക്കൽ. 10 മണി വരെയാണോ? 7 മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ. ആരെങ്കിലും പൂരിപ്പിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വേഗം പോയിക്കോളി. ഏതായാലും പൗരത്വ പട്ടികക്കെതിരെ സമരം ചെയ്ത നമ്മളെ കൊണ്ട് തന്നെ അതിന്റെ പട്ടിക പൂരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ നിസ്സഹായാവസ്ഥയാണ്. പക്ഷെ പൂരിപ്പിക്കാതെ നിർവാഹമില്ല, നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കുക. ഇനി ഇതിന് ശേഷം വരും വേറൊന്ന്, അതും പൂരിപ്പിക്കാം. അങ്ങനെയൊക്കെ പൂരിപ്പിച്ച് മുന്നോട്ട് പോകാൻ മതി. പടച്ച തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഈമാനിനെ അള്ളാഹു ശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുണ്ട്. പക്ഷെ ഗസയെ സംബന്ധിച്ചിടത്തോളം ആ കട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയൊരു സംഗതിയായിട്ട് ബാധിക്കൂല. കാരണം ഗസ നിവാസികൾ മൊത്തം ഫലസ്തീനെ കട്ട് ചെയ്തതിനെതിരാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരാളെ ഇരുമ്പിന്റെ വടി എടുത്തിട്ട് തലങ്ങും പലങ്ങും അടിച്ച് കൈകാര്യം ചെയ്ത് ഫുള്ള് പരിക്ക് പറ്റിച്ച് കിടത്തിയിട്ട് ഓനോട് അടിച്ച് കാല് മുറിക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടാവും.
ഓല് മുറിക്കേണ്ടതിന്റെ പരമാവധി മുറിച്ചിട്ട് ഉപരോധം ഏർപ്പെടുത്തി പട്ടിണിക്കിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഓരോട് ഇത് 2 കഷ്ണാക്കും എന്ന് പറഞ്ഞാൽ ഓൽക്കത് ഒരു ഹരമുള്ളൊരു സംഗതിയായിട്ടേ തോന്നുള്ളൂ. ഞമ്മക്ക് ബേജാറാണ് എന്ന് മാത്രം. എന്തായാലും മനുഷ്യവിരുദ്ധ ശക്തികളുടെ കുതന്ത്രങ്ങൾക്കെതിരെ നമുക്ക് പ്രാർത്ഥിക്കാം, ജാഗ്രതയോടെ ഇരിക്കാം. അള്ളാഹു അവരുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നാടിനെ അള്ളാഹു സുരക്ഷിതമായി നിലനിർത്തുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.